ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ നബിദിനാഘോഷ പരിപാടിക്ക് പിള്ളേർക്ക് പാട്ട് പാടാനുള്ള വരും കവിതയാക്കി മാത്രം മാറ്റിയില്ലേ? കറുകറുത്ത ബിലാലിന്റെ മക്കയുടെ മണൽത്തുള്ളികളിൽ അന്ന് സഹിച്ച ത്യജിച്ച സഹനത, കടിച്ചിറക്കിയ വേദന, ശരീരത്തിന്റെയും മനസ്സിന്റെയും പൊള്ളുന്ന നൊമ്പരം, ആ കഥ എന്തിനുള്ളതാ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന് കൊടുത്ത കരാറിനെ ധൈര്യത്തോടെ മുറുകെ പിടിക്കാൻ, ആവേശം തരാൻ. പാടി ബിലാൽ എന്ന പൂങ്കുയിൽ പാടാനല്ല, ബിലാലിന്റെ കറുപ്പ് വർണ്ണിക്കാനല്ല, ബിലാൽ ഇബ്നു റബാഹിന്റെ തറവാടില്ലായ്മ പറയാനുമല്ല. ആ നെഞ്ചിന്റെ ഉള്ളകത്ത് അള്ളാഹുവിന് കൊടുത്ത കരാറിന് ഒരു കാരണവശാലും തെറ്റിക്കാതെ അദ്ദേഹം സഹിച്ച സഹനത മാതൃകയാക്കാൻ. അവസാനം ഉമയ്യത്ത് പറഞ്ഞെന്താ അറിയോ? അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. ഉമയ്യത്ത് പറഞ്ഞു, ബിലാലെ ആരും കേൾക്കണ്ട, ഈ നേതാക്കന്മാര് കേട്ടാ മതി. ഈ നേതാക്കന്മാര് കേട്ടാ ലാത്തയാണ് ഉസ്സയാണ് വലുത് എന്ന് വെച്ചാൽ ലാത്ത ഷെയ്ഖ് ഉസ്സ ഷെയ്ഖൊക്കെയാണ് വേണ്ടത്, നമ്മളെ ഇക്കാലത്ത് മടവൂരും ഉള്ളാളൊക്കെയാണ് വേണ്ടത് എന്ന് പറയുന്ന പോലെ എന്ന് പറഞ്ഞാ മതി. ആരും കേൾക്കണ്ട. എന്താ അറിയോ? ഇല്ലെങ്കിൽ ഇവര് നാളെ പറയും, ഉമയ്യ എന്ത് മനുഷ്യൻ, ഒരടിമന്റെ മുമ്പിൽ ജയിക്കാൻ പറ്റാണ്ട് തോറ്റ പൊട്ടൻ എന്ന് എന്നെ പറയും. അതുകൊണ്ട് മേലക്കന്മാരെ കേട്ടാ മതി. അപ്പോഴാ ബിലാല് പറഞ്ഞത്, എന്റെ നാവിലത് വരുന്നില്ല, എന്റെ നാവിൽ ആ വാക്ക് വരുന്നില്ല. എനിക്കിത് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഉമയ്യ, നീ ഇന്ന് ആറ്റിയിൽ ചാട്ടുമാറ് കൊണ്ടടിച്ചെന്റെ ശരീരം പൊട്ടിച്ചു വ്രണമാക്കി, ഇന്ന് ചുട്ടുപഴുത്ത മണ്ണിൽ കിടത്തി ആ മണ്ണിൽ വാരിയ മുറിവിലിട്ട് എന്നെ വേദനിപ്പിച്ചു. അനങ്ങാതിരിക്കാൻ നെഞ്ചത്ത് പാറക്കല്ലും എടുത്തു വെച്ചു. അതിനേക്കാളും എനിക്ക് വലുത് ഞാൻ എന്റെ റബ്ബിന് കൊടുത്ത കരാറാണ്. ഒരു കാരണവശാലും പറയാൻ ഞാൻ തയ്യാറല്ല. അതാ വേണ്ട. ഇത് എന്തെങ്കിലും തലവേദന വന്നാ മതി, ഓടിക്കോടാ ഉള്ളാളത്തേക്ക്. നീ എന്ത് കരാറല്ലാക്കി കൊടുത്ത്? ഭാര്യക്ക് വേറെ വേദന വന്നാ മതി, ഓദിക്കോ സിയമിന് ഫാത്തിഹ. നിന്റെ ഷഹാദന്റെ അർത്ഥം എന്താണ്? നീ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുളെന്താണ്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മയ്യത്ത് തോറ്റു. പകരം അള്ളാഹു എന്താ ചെയ്തെന്നറിയോ? മക്ക വിജയത്തിന്റെ അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിളി, ഐന ബിലാൽ. മക്കാര് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റൂമിന്റെ ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കാൻ, എന്താ സംഭവിക്കാൻ പോകുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഇപ്പൊ നമ്മളെ ചെയ്യാ, പിടിച്ച് കൊല്ലോ? അവരിങ്ങനെ താഴിട്ട് പൂട്ടിയിട്ട് നോക്കുക. അപ്പോൾ റസൂലുള്ളാഹിന്റെ വിളി, ഐന ബിലാൽ. ഏത് ബിലാലാണോ മുമ്പ് ഈ സ്ഥലത്ത് വെച്ച് ആട്ടിയോടിക്കപ്പെട്ടത്, ആ ബിലാലിനെ ഇസ്ലാമിന്റെ രാജാവ് വിളിക്കുന്നത്. എവിടെ ബിലാൽ? ആ കറുത്ത മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് വന്നു. ബിലാലെ, കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറൂ. നീ അമ്മീ കഅബയുടെ ചുറ്റുഭാഗം കേൾക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞില്ലേ, ഉറക്കെ ഉറക്കെ അല്ലാഹുവിന്റെ തക്ബീറിന്റെ വരികള് പറ ബിലാലെ. ബിലാല് ചാടിപ്പറച്ച് കയറി കഅബയുടെ മുകളിലേക്ക് ഉറക്കെ വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏ മക്ക ഖുറൈശ് കൂട്ടമേ, ഒരു കാലത്ത് ഈ പ്രഖ്യാപനം ഞാൻ നടത്തിയപ്പോൾ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു, എനിക്ക് പൊള്ളലേൽപ്പിച്ചു, എന്നെ അടിച്ചവശരാക്കി. ഏത് റബ്ബിക്കാണോ ഞാൻ കരാറ് കൊടുത്തത്, ആ റബ്ബ് ഇന്ന് എന്നെ രാജാവാക്കി കഅബാലയത്തിന്റെ മുകളിൽ കയറ്റി. അതാ പാഠം. അതുകൊണ്ട് സഖാഫിമാരും വഹാബിമാരൊന്നും വന്നിട്ട് അല്ല, വഹാബുമാരൊക്കെ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നമുക്കത് വലിയ കൂസറൊന്നുമല്ല. പിന്നെ സാധാരണക്കാരായ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വന്നു പോകുമല്ലോ, അത് നമ്മളെ ടെൻഷൻ. ഉമയ്യത്തുമാരും അബൂജഹലുമാരും എന്ത് വന്നാലും നമുക്ക് എന്താ? നമ്മുടെ റസൂലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് പ്രശ്നം കരാറാണ്. അഷ്ഹദു, അല്ലാഹ്, ഇതൊരു കരാറാണ്. എൻ്റെ ഖൽബിൽ നീയല്ലാത്ത ആരുമില്ല, ഒന്നുമില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടുകാരോട് ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരല്ലേ? 70,000 ഇഷ്ടം പോലെ, എല്ലാ നിസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം പറയുന്നുണ്ടാവും. നിങ്ങളെ ഖൽബിൽ ആരൊക്കെയുണ്ട്? നിങ്ങളെ ഖൽബിൽ ആരൊക്കെയുണ്ട്? നിങ്ങൾക്ക് നേതൃത്വം തരുന്ന ഉസ്താദിന്റെയും ഖത്തീബിന്റെയും ഖൽബിൽ ആരൊക്കെയുണ്ട്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഇത് ഞാൻ വെറുതെ പാടി പറയുന്നല്ല കേട്ടോ.
പോയി പരിശോധിച്ച് നോക്കിയോളി. അല്ലെങ്കിൽ ഖത്തീബിനോട് പോയി ചോദിക്കും, എന്താ അയാൾ പാട്ട് പാടിനല്ലോ, എന്താ സംഭവം യാ സയ്യിദി സനദി. ഖത്തീബ് ഇങ്ങനെ നോക്കിയിട്ട് ഓരോ നീ ഇന്നലത്തെ പരിപാടിക്ക് ഉണ്ടായിനല്ലേ, അതായിരിക്കും മറുപടി. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി, എന്റെ നേതാവായവരെ, എന്റെ സഹായിയായവരെ, കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി, ശത്രുക്കൾക്കെതിരെ നിങ്ങൾ എന്നെ സഹായിച്ച് എനിക്കൊരു സഹായി ആകണമേ ശൈഖ് ജീലാനി അവറുകളെ. ഇത് വല്ലാഹി സുമ്മ വല്ലാഹി ഹൃദയത്തിന്റെ ഉള്ളകത്ത് വിശ്വസിച്ചുകൊണ്ടാണ് ഖതീബോ ഖാദിയോ മുദരിസോ മുതഅല്ലിമോ മറ്റാരെങ്കിലോ പ്രസിഡന്റോ സെക്രട്ടറിയോ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആര് പാടിയതെങ്കിലും വല്ലാഹി നിന്റെ ഷഹാദത്ത് ബാത്തിലാണ്, നിന്റെ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. ഇല്ലെങ്കിൽ തെളിയിച്ചതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബദർ യുദ്ധത്തിന്റെ തലേന്നത്തെ രാത്രിയിലെ കഥകൾ പ്രസംഗിക്കാറില്ലേ ഉസ്താദുമാര് മൗലവിമാര്? അല്ലാഹുവിന്റെ റസൂല് ഒരൊറ്റ ഇശാറയിൽ ചന്ദ്രനെ പിറപ്പാക്കാനുള്ള മുഅ്ജിസത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വനബഅ മിൻ ബൈനി അസാബിഇഹിൽ മാ, വിരലുകൾക്കിടയിലൂടെ വെള്ളത്തുള്ളികൾ പ്രവഹിച്ചിട്ടുണ്ട് മുഅ്ജിസത്ത് എന്നോണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിട്ട പാത്രത്തിന്റെ അപ്പം കുറയാതെ കറി കുറയാതെ പാത്രങ്ങൾ നിറക്കപ്പെട്ടിട്ടുണ്ട് മുഅ്ജിസത്ത് എന്നോണം. അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ പോട്ടെ അതൊക്കെ പോവട്ടെ, ഒരു രാത്രിയിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല, രാത്രിയിലല്ല രാത്രിയുടെ ഒരു ഭാഗത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിൽ ചെന്ന് അവിടെ നിന്ന് 7 ആകാശത്തിന്റെ അപ്പുറത്ത് ചെന്ന് അതേ രാത്രിയിൽ തിരിച്ചു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നാളെ നടക്കാൻ പോവാൻ. എന്താ ചെയ്ത്? എത്ര അമ്പിയാക്കളുണ്ട് ഇതിന് മുമ്പിൽ? 1.25 ലക്ഷത്തോളം അമ്പിയാക്കൾ കഴിഞ്ഞുപോയി. ആ പ്രവാചകൻ ആരെങ്കിലും വിളിച്ചോ? എത്ര വലിയ വലിയ മുഅ്ജിസത്തുകൾ അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, ആരെങ്കിലും വിളിച്ചു? അടുത്ത കാലഘട്ടക്കാരൻ ഈസാ നബി അലൈഹിസ്സലാം അല്ലേ, മരിച്ചാളെ ജീവിപ്പിച്ച ആളാണ്, എന്നിട്ട് വിളിച്ചോ? ഇദ് തസ്തഗീസൂന റബ്ബക്കും فاستجاب لكم أني ممدكم إذ تستغيثون ربكم. ഏ നബിയേ, നിങ്ങളും നിങ്ങളുടെ ന്യൂനപക്ഷം വരുന്ന അനുയായികളും ബദറിന്റെ രാത്രിയിൽ ആ ബദർ മൈതാനത്ത് വെച്ച് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം, റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം, ഫസ്തജാബ ലക്കും, അവൻ നിങ്ങൾക്ക് ഉത്തരവും തന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേസമയത്ത് ഇത് യാ സയ്യിദി സനദി, ശത്രുക്കളപ്പുറത്ത് നിൽക്കുമ്പോഴല്ല സഹായം ചോദിക്കുക ശത്രുക്കൾക്കെതിരെ. മുഹമ്മദ് മുസ്തഫ എന്ന ഷഹാദത്ത് പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് ആർക്കാണോ കരാറ് കൊടുത്തത് അവനോട് ചോദിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ആ കരാറ് ബാത്തിലാക്കി മഖ്ലൂഖാത്തിനോട്, മയ്യത്തുകളോട്, ആരെന്ന് പോലും അറിയാത്ത കല്ലിനോട്. ഒരധപ്പതരെന്ന് ആലോചിച്ച് നോക്കിയേ, ആരാന്ന് പോലും അറിയില്ല, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല. പേര് അബ്ദുള്ള, അത് നമ്മക്കും പറയും നിങ്ങൾക്കും പറയും, അബ്ദുള്ള അള്ളാന്റെ അടിമ, അബ്ദുല്ലാഹി വലിയുപ്പാപ്പ, പേരങ്ങനെ എല്ലാവരും കൂടാ. ആയിഷുമ്മാമ, ഖദീജുമ്മാമ, വലിയുല്ലാഹി അവറുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് അള്ളാഹു കൊടുക്കുന്ന ഒരു കരാറാണ്, ഒന്നും ഉണ്ടായിക്കൂടാ. ഇത് എത്ര ആൾക്കാരാ മനസ്സിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്തിന്റെ പൊരുൾ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഏ അല്ലാഹ്, എനിക്ക് നീ ഹിദായത്ത് നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ. എന്ത് ഹിദായത്താ റസൂലുള്ളാഹിക്ക് കിട്ടാനുള്ളത്? ഇനി എന്താ കിട്ടാനുള്ളത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഹിസാബും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സിറാത്തും കഴിഞ്ഞ് സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന ആൾക്കാരെ കാത്തിരിക്കും. ആ കാത്തിരിക്കുന്ന കൂട്ടത്തിൽ അബുൽ ബഷർ ആദമുണ്ട്, നൂഹുണ്ട്, ഇബ്രാഹിമുണ്ട്, എല്ലാവരും ഉണ്ട്. കാത്തിരിക്കുന്ന ആരെയാണ്? അവിടെ ഷഫാഅത്തിൽ കഴിയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളെ മുജാഹിദികൾ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞോ കളവ് പറഞ്ഞല്ലേ? അടികൊള്ളാത്തതിന്റെ കുറവല്ലേ? പച്ചവടായി വിട്ടല്ലേ? നമുക്ക് എങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റിയ, പരിഗണിക്കാൻ പറ്റിയ? അമ്പിയാക്കൾ കാത്തിരിക്കുക സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിനെ. ആ റസൂലിന്റെ മുജാഹിദുകൾ വേണ്ടാന്ന് വെക്കുന്നോ? ചീത്ത പറയുന്നോ?
അത് വിശ്വസിക്കാൻ നിങ്ങൾ വിധിക്കപ്പെട്ടല്ലോ പ്രിയപ്പെട്ട നാട്ടുകാരെ. നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു? ഇതൊന്ന് നോക്കി നിങ്ങൾ. ഈ സാധനം ഇത് ഫ്രീക്ക് ഫാൻസി പോയിട്ട് വാങ്ങി ഫിറ്റാക്കിയൊന്നുമല്ല. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആണുങ്ങളുടെ മുഖത്ത് തരുന്ന റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. നിങ്ങൾ ഈ പറഞ്ഞ വഹാബ് സഖാഫിന്റെ അനുയായികളൊന്ന് പരിശോധിച്ച് നോക്കി എത്ര ഈ സാധനം ഉണ്ടാവും. മുത്തല്ലിമീങ്ങൾക്കല്ല കേട്ടോ, അവർക്കുണ്ടാവും. അതൊരു ഇതല്ലേ, തലക്കെട്ടും കന്തൂറിയും പിന്നെ താടിപടിയോ, അങ്ങനെ ശരിയാവുക? അതുണ്ടാവും. അനുയായികൾക്ക് ജുമുഅക്ക് ഖുതുബ കേൾക്കാൻ വേണ്ടി മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് മഹല്ലുവാസികളുടെ എത്ര പേരുടെ മുഖത്ത് ഈ സാധനം ഉണ്ടാവും? എന്തേ ഇല്ലാത്തത്? എന്തേ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാത്തത്? ഖുതുബയിൽ എന്തേ അത് പറയാത്തത്? താടി വടിക്കൽ ഹറാമാണെന്നും അത് മുഹമ്മദ് മുസ്തഫാന്റെ സുന്നത്തിനെ കൊന്നുകളയലാണെന്നും അല്ലാഹ്ക്ക് വെറുപ്പുള്ള സംഗതിയാണെന്നും എന്തേ മിമ്പറുകൾ പറയാത്തത്? എന്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട മുവഹിദുകളെ, നിങ്ങളെ കൂട്ടത്തിലും ആരെങ്കിലും ഇത് വടിക്കുന്നവരുണ്ടെങ്കിൽ ജാഗ്രത. ആഖിറത്തെ സൂക്ഷിച്ചോളിൻ, അള്ളാഹുവിന്റെ കോപത്തെ സൂക്ഷിച്ചോളിൻ. ന്യായീകരിക്കാം. അള്ളാഹിന്റെ മുമ്പിൽ ന്യായമൊന്നും പറയാൻ പറ്റൂല. ഇത് അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. താടി നീട്ടാൻ അതാ മുസ്ലിംനുള്ള, അല്ലാണ്ട് ഈ ഇത് കെട്ടലല്ല. അതിന് മുജാഹിദിനെ കിട്ടൂല. റബീഉൽ മാസം വരുമ്പോ തോരണം കെട്ടി 2 ദഫ് മുട്ടി പാട്ട് പാടിയിട്ട് നമ്മുടെ നബി അവർ ആരാണ്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. നബിയുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന നബിയാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ട് മദീനത്ത്. വൈകുന്നേരമായി പോയിട്ട് ഉറങ്ങി. മഗ്രിബുല്ല, ഇശാഉല്ല, സുബ്ഹുല്ല. ഇതിന് മുജാഹിദ് വരൂല, സലഫിനെ കിട്ടൂല. അത് മുഹബ്ബത്തിന്റെ ഭാഗമല്ല, അതുകൊണ്ട് നമ്മളെ കിട്ടൂല. അതിന് റസൂലുള്ളാഹി തങ്ങളോടുള്ള മുഹബ്ബത്തിന്റെ ഭാഗം അൽ ഇത്തിബാ. എന്റെ നബി അങ്ങനെയാവലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ, അല്ലാഹുവിന്റെ റസൂൽ കാണിച്ച പോലെ, റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടപ്രകാരം പോലെ ഞാൻ എന്റെ ജീവിതം മുഴുവൻ, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും അടുക്കളയും മുഹമ്മദുർ റസൂലുള്ളാഹിയെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹബ്ബ. അതിന്റെ പേരാ ഇത്തിബാ, അല്ലാണ്ട് പാട്ട് പാടലല്ല. അത് ശരി. വഹാബ് സഖാഫി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാ. മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ നബിദിനം വരുമ്പോൾ 10 ചെമ്പിൽ ബിരിയാണി വെക്കണം, ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള പന്തൽ കെട്ടണം, പിന്നെ പിള്ളേരെ പാട്ടും പരിപാടിയിലുണ്ടാകണം, വൈകുന്നേരം ജഗ്ഗും ഗ്ലാസും സമ്മാനം കൊടുക്കണം. ഇന്നത്തെ ഈ വർഷത്തെ ഹുബ്ബുർ റസൂലായി അൽ ഫാത്തിഹ. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് മുഹബ്ബത്തിന് കാണാം. അതിന് ആ കപടതക്ക് സലഫിനെ കിട്ടൂല. ആ കാപട്യത്തിന് സലഫികൾ ഉണ്ടാവൂല. അത് നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. സലഫ് സാലിഹ് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല, താബിഈകൾ പഠിപ്പിച്ചില്ല, തബഉ താബിഈകൾ പഠിപ്പിച്ചില്ല. ഒരു മുഫസ്സിറും ഒരു മുഹദ്ദിസും ഒരു മുജദ്ദിദും നമുക്ക് ഈ മാതൃക കാണിച്ചിട്ടില്ല. അവര് കാണിച്ചത് ജീവിതത്തിൽ സുന്നത്തിനെ മുറുകെ പിടിച്ച ഇത്തിബാഉം മുഹബ്ബത്തുമാണ്. അത് നിങ്ങൾ ഈ ഇരിക്കുന്ന സലഫികളുടെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ അത് പറ്റും, പക്ഷേ കേൾക്കുന്നോൻ കമസലിൽ ഹിമാർ എന്ന് അല്ലാഹു പറഞ്ഞ പോലെ ആവരുത്. അതൊരു അപേക്ഷയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളായിട്ട് എന്താ പറയാ? കഴുതക്ക് അതന്നെ. അതെങ്കിലും ഒരുപോലെ ആയല്ലോ. കഴുതയെ പോലെയാവരുത്, പോത്തിനെ പോലെയാവരുത്, എരുമകളെ പോലെയാവരുത്. മനുഷ്യരായിട്ട് കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ. അല്ലാഹ്, ഞാൻ നിന്നോട് ഹിദായത്തിനെ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ നിൽക്കുക, ശഫാഅത്തിൽ കിടക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് മുമ്പ് വന്നു, അന അവ്വലു മൻ അത്റുഖു ബാബൽ ജന്ന. വാതിൽ മുട്ടി സ്വർഗ്ഗത്തിന്റെ. അതിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കും, മൻ അൻത്? ആരാ സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടിയത്? അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് പറയപ്പെടും, ബിക ഉമിർത്, നിങ്ങൾ വന്നാലേ സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കാവൂ എന്ന് എന്നോട് കൽപ്പന കിട്ടിയിട്ടുണ്ട്. തുറക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സ്വർഗ്ഗത്തിൽ പോവും, എന്നിട്ട് ഉപ്പ ആദം പോവും. അതാ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്തിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ ചോദിച്ചത്? ഈ നിൽക്കുന്ന എന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ ചോദിച്ചോളാം. അല്ലാഹുവിനോട് ഹിദായത്ത്. അല്ലാഹുവിനോട് മൊയ്‌ദി ശൈഖിനെ ചോദിച്ചൂടാ. മൊയ്‌ദി ശൈഖിനോട് ചോദിച്ചാൽ നിന്റെ ഷഹാദത്ത് ബാത്തിൽ. ഗവൺമെന്റ് ലിസ്റ്റിൽ ഓഫീസിൽ ഇപ്പോഴും നീ ഉണ്ടാവും, പാസ്പോർട്ടിൽ ഇപ്പോഴും അബ്ദുല്ലാ ഹാജി അവരുടെ പേരുണ്ടാവും. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ പേരുണ്ടാവില്ല. ഷഹാദത്ത് ബാത്തിലായി. എന്താ പാടിയത്? بصير فؤادي صراطا أنت سالكه والله أعطاكه وأنت مالكه
വനജ്ജിനി മിൻ ലദാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയദ്ദീനി. ഇനി വഹാബി അല്ല, വഹാബ് ഇത് പേരങ്ങോട്ടും കൊണ്ട് മാറിപ്പോവാണ്. വഹാബി നമ്മളല്ലേ. വഹാബ് വന്നിട്ട് പറയും അത് മുജാഹിദിന്റെ പിന്നെ എന്താ പ്രിന്റിംഗ് പ്രസ് നിന്ന് പ്രിന്റ് ചെയ്തിട്ട് വന്നിട്ട് പാടി, നമ്മൾ ഉത്തരവാദിയല്ല. അത് ശീലമാണ്, കളവ് പറയാനും പറ്റിക്കലും ഒക്കെ അവിടെ അതായിരിക്കും പറയാ. ഇത് ഖുതുബിയത്തിന്റെ വരിയ, റാത്തീബിന്റെ വരിയ. ഇത് ബസിറു ഫുആദി സിറാതൻ അൻത സാലികുഹു, അങ്ങ് ഏത് സന്മാർഗത്തിന്റെ പാതയിലാണോ പ്രവേശിച്ചത് ആ വഴി എന്റെ ഖൽബിന് നിങ്ങളൊന്ന് കാണിച്ചു തരണമേ. വല്ലാഹു അഅതാകഹു, ഞാൻ അങ്ങയോട് ഈ ഹിദായത്ത് ചോദിക്കാനുള്ള, നേർമാർഗം ചോദിക്കാനുള്ള കാരണം അല്ലാഹു അഅതാകഹു, അതിന്റെ ഉത്തരവാദിത്തം അല്ലാഹ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വ അൻത മാലികുഹു, നിങ്ങളാണ് ആ ഹിദായത്തിന്റെ ഉടമസ്ഥൻ, മുതലാളി. അതുകൊണ്ട് എന്നെ ഹിദായത്തിലാക്കണേ എന്ന് ശൈഖ് ജീലാനിയോട് ദുആ ചെയ്യുന്നുവെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മുടിപ്പിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിച്ചു കൊള്ളുക. നിന്റെ ഷഹാദത്ത് ബാത്തിലാണ്. നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വെറും വാക്കാണ്. ആകാശങ്ങൾക്കപ്പുറത്തെ അർശിലത് എത്തിയിട്ടില്ല. നിന്നെ സൃഷ്ടിച്ച റബ്ബ് മുസ്ലിമായി പരിഗണിച്ചിട്ട് പോലുമില്ല. പിന്നെ നീ നിസ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഹാജിയായിട്ട് ഉംറക്ക് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം പ്രശ്നം ഇവിടെ പറ്റി. ഒന്നാമത്തെ പൊട്ടി, ഒന്നാമത്തെ മെയിൻ തൂള് പാളീസായി. അതിന്റെ അപ്പുറത്ത് എത്ര വലിയ തൂള് വെച്ചിട്ടും കാര്യമില്ല. വളരെ വലിയ വലിയ അപകടങ്ങൾ ഒളിയിരിക്കുന്ന ലദാ എന്ന നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമേ. സുൽത്താന കുല്ലി വലിയ്യിൻ, എല്ലാ വലിയിന്റെയും സുൽത്താനായി വിഹരിക്കുന്ന ശൈഖ് ജീലാനി അവറുകളെ. ഇത് കൃഷ്ണകുമാറിന്റെ പാട്ടല്ല പറഞ്ഞ്, പള്ളിയിലെ ഖത്തീബ് പാടുന്ന പാട്ടായി പാടിയത്. ജോസഫേട്ടൻ ചർച്ചിൽ പോയിട്ട് പാടിയ പാട്ടും അല്ല പാടിയത്. ഖാദിയാര് പച്ച ഷാളും വെച്ചിട്ട് പാടിയ പാട്ടായി പാടിയത്. നരകത്ത് തന്നെ കാക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ നിങ്ങളെ വിശ്വാസം? ഏതാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം? അതേ സമയത്ത് അല്ലാഹ് പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിയാറുകൾ. എത്ര നല്ല വാക്ക് അല്ലാഹു പറഞ്ഞു. ആ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്റെ അടിയാറുകൾ, എന്റെ അടിയാറുകൾ, എന്റെ മുന്നിൽ ഓച്ചാണിച്ച് പഞ്ചപുച്ഛമടങ്ങി നാഥാ എന്നെ വിളിക്കുന്ന എന്റെ അടിയാറുകൾ ഇബാദുർ റഹ്മാൻ. അവർക്ക് ചില ഗുണങ്ങളുണ്ട്. അതിലൊന്നെന്താന്നറിയുമോ? അവര് പറയും എന്നോട്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ഏ റബ്ബേ നരകത്തിന്റെ അദാബിനെ നമ്മുടെ തൊട്ട് നീ നീക്കിക്കളയണമേ. ഇന്ന അദാബഹാ കാന ഗറാമ, നരകത്തിന്റെ അദാബ് കൈപ്പുള്ളതാണ്, എനിക്കത് താങ്ങാൻ കഴിയൂല. നീ എന്നെ അതിൽ പ്രവേശിപ്പിക്കരുത്, എന്നെ കാത്തുകൊള്ളണേ അല്ലാഹു എന്ന് നരകത്തെ സൃഷ്ടിച്ച നരകത്തിന്റെ മാലിക്കായ റബ്ബായ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവനാണ് ഇബാദുർ റഹ്മാൻ. എങ്കിൽ ശൈഖ് ജീലാനിയോട് നരകമോചനം ചോദിക്കുന്നവൻ ഇബാദുർ റഹ്മാന്റെ ലിസ്റ്റിൽ പെടൂല. അത് ക്വാളിറ്റി ഉള്ളവരാ ഇബാദുർ റഹ്മാൻ. ഇങ്ങനത്തെ ചീപ്പുകൾ പറ്റൂല. അങ്ങനെ ജീവിതകാലം മുഴുവൻ അള്ളാഹിനോട് നരകത്തിൽ നിന്ന് കാവൽ തേടിയിട്ട് ജീവിച്ച് മരിച്ചൊരു മഹാൻ, എന്നിട്ട് അയാളോട് ചോദിക്കുക നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ. പരിപാടിയത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അതാണ്, അള്ളാഹുവിന് കൊടുത്ത കരാർ. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇവിടെ ഒരു വിഷയം മനസ്സിലാക്കാനുള്ളത്, മക്ക മുശ്രിക്കീങ്ങൾ ഇത് കേട്ടപ്പോ എന്തിനാ ദേഷ്യം പിടിച്ച്? റസൂലുള്ളാഹി തങ്ങൾ കയറിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലോ, മലമുകൾ കയറിയിട്ട്. ഖുറൈശികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ പല്ലു കടിച്ച് കൈ മുടിച്ച് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ, എന്തിനായിരിക്കും അത്? ഇന്നെന്തായിരിക്കും ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യം പിടിക്കുന്നു? ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. വഹാബ് സഖാഫികളെ ശരിക്കും പറഞ്ഞ ദേഷ്യം പിടിക്കുന്നുണ്ടാവും നമ്മളെ വർത്താനം കേൾക്കുമ്പോൾ. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മളിപ്പോൾ വേറെന്തെങ്കിലും പറഞ്ഞു, ആരെങ്കിലും കുടുംബകാര്യം പറഞ്ഞു, ഏതെങ്കിലും വ്യക്തികളുടെ എന്തെങ്കിലും തെറ്റുകൾ എടുത്തു പറഞ്ഞു, നമ്മളെ പണിയല്ലല്ലോ അത്. നമ്മൾ എന്താ തെറ്റുകളിൽ നിന്ന് സുരക്ഷിതരാണോ? അള്ളാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കട്ടെ.
അതല്ല ആർക്കും എപ്പോഴും എങ്ങനെയും സംഭവിക്കാം. അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ. വന്നതൊക്കെ അള്ളാഹു അവന്റെ ഫദ്ല് കൊണ്ട് മാപ്പാക്കി തരട്ടെ. നമ്മ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആദർശം പറയുമ്പം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പം, ഖുർആൻ ആയത്ത് ഓതിയിട്ട് പറയുമ്പം, അള്ളാഹിന്റെ ഹബീബിന്റെ താരീഖ് പറയുമ്പം ഇതെന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? എന്തിനാ നമ്മള് പിന്നെ കേൾക്കണ്ട? വാട്സപ്പ് ഒരു തങ്ങൾ പറഞ്ഞെന്താ അറിയോ, ഇവരൊന്നും കേറിയ ബസ്സിൽ വരെ കേറിക്കൂടാന്ന് പറഞ്ഞു. അതൊക്കെ വല്ലാത്തൊരു പേടിയുടെ വാക്കാണ്. അഥവാ കേറിയാൽ തന്നെ സലഫിനെ മുമ്പ് പോയിട്ട് നിന്നോളണം, ബാക്കിൽ നിൽക്കാൻ പാടില്ല. കാരണം കാറ്റ് മുമ്പ് ബാക്കോട്ടല്ലേ വരിക. അപ്പൊ ആദ്യം സലഫിക്ക് കൊണ്ടിട്ട് പിന്നെ ഇങ്ങക്ക് കൊണ്ടാൽ ഇതൊന്ന് ഇടക്കിടക്കൊന്ന് പൊക്കി നോക്കണം എന്താ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഇത് എന്റെ തോപ്പി ഇങ്ങനെ അള്ളാഹു മനസ്സിലാക്കാണ്ട തോപ്പി കയറിട്ട് ഇങ്ങനെ സലഫിക്ക് കൊണ്ട കാറ്റിങ്ങനെ ബാക്കോട്ട് വന്നിട്ട് എനക്ക് കൊണ്ടാൽ ഞാൻ ആരായിപ്പോ? എന്തിനാ ഇത്ര വലിയ പേടിപ്പാ? സലഫികൾ എന്താ കൊലയാളികളാ? നിങ്ങളങ്ങനെ പറയുമല്ലോ, അവര് തീവ്രവാദികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിപ്പം പോലീസുകാർക്കും മനസ്സിലായി ആരാ സലഫികള്, ആരാ ഈ പറയുന്നവര്, ആർക്കാ പ്രശ്നം എന്നുള്ളത്. നമ്മുടെ രാജ്യത്തുള്ള നിയമപാലകര് പൊട്ടന്മാരാ. ലോകത്തെടുത്ത് നോക്കിയ ഇന്ത്യ രാജ്യത്തിന്റെ പോലീസ് സേന ടോപ്പ് നമ്പറിൽ വരും. ഓരോരുത്തരെപ്പോഴും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഒരേ കൈമേലുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ബാക്കി പോയിട്ട് പറയുമ്പോ അങ്ങനെ പിടിച്ചോണ്ടൊക്കെ അങ്ങനെ അല്ല പണ്ട് കാലത്ത്. പിന്നെന്തിനാ ഇത്ര പേടി? ബാർബർ ഷോപ്പിലും കയറണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ സെൽഫികൾക്ക് മുടി വെട്ടി കൊടുക്കണ്ട, മുടി വെട്ടി കഴിയുമ്പോഴേക്ക് വെട്ടുന്നോ സെൽഫി ആയിട്ടുണ്ടാവും. അതാ നമ്മളെ പിള്ളേരെ ക്വാളിറ്റി. തിരിഞ്ഞാ നമ്മളെ പള്ളിയിൽ വരുന്ന, നമ്മളെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന, ഖുതുബക്ക് വരുന്ന 20-25 വയസ്സുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിങ്ങളെ മൗലാനമാരെ ഇരുത്തിയിട്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞു തരും. അല്ലാഹുവിന്റെ തക്ബീർ പറയും. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. നിന്റെ റബ്ബിന്റെ വലിപ്പം പറയുക, അല്ലാഹുവിന്റെ മഹത്വം പറയുക. നമ്മളുടെ ചെറിയ കുട്ടികൾ, മദ്രസ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുവത്ത് പറഞ്ഞു തരും, ഖുദ്റത്ത് മനസ്സിലാക്കി തരും. ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ വലിപ്പം പറഞ്ഞു തരും. നമ്മളെ പിള്ളേര് കാരണം അറിയോ, അവര് ജനിച്ച മുതൽ കേൾക്കുന്ന അള്ളാഹിനെ പറ്റിയാണ്. CM മജ്നൂനെ പറ്റി എല്ലാവരും കേൾക്കുന്നത്. നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും കേൾപ്പിക്കുന്നത് ഉടമസ്ഥന്റെ കഥകളാ, CMന്റെ പൊട്ട കഥകളല്ല. CMന് ട്രെയിനിനോട് ദേഷ്യം, ഇനി ഓടണ്ടാണ് പാവൻ ട്രെയിൻ, പിന്നെ ഓടുന്നില്ല. ഇതെങ്ങനെ? പിന്നെ ഒരുത്തന് CMന്റെ മുരീതുണ്ട് പ്ലെയിനില്, CMന് ഇഷ്ടപ്പെട്ടില്ല. പ്ലെയിൻ അങ്ങനെ തരാറാൻ പാടുണ്ടോ? ഞാൻ ഇറക്കിത്തരാം. ഖബറിന്റെ ഉള്ളിൽ നിന്ന് വന്ന് എന്നിട്ട് പ്ലെയിനിൽ പിടിച്ച് റൺവേയിൽ ഇറക്കിയെന്ന്. ഞാൻ കഴുതല്ല എന്തായാലും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് 2 കാലുണ്ട്, മനുഷ്യന്റെ മുഖമുണ്ട്. നമ്മളെ പിള്ളേർ പഠിക്കുന്ന അള്ളാഹുവിനെ പറ്റിയാണ്. 4 മണിക്കൂർ പ്രസംഗത്തിൽ നിങ്ങൾ കേൾക്കുന്നത് ഏതോ കാട്ടിൻ്റെ ഉള്ള മയ്യത്തിൻ്റെയും പിന്നെ 3 വെറ്റുമ്മാൻ്റെയും മറ്റോ ഈ കഥകൾ മാത്രമാണ്. നമുക്കതില്ലാന്ന്. അള്ളാഹുവിനെ കേൾപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൊടുത്ത ഓർഡർ പ്രകാരം ഇത് പറഞ്ഞപ്പോൾ ഖുറൈശികൾക്ക് താങ്ങിയില്ല, സഹിച്ചില്ല. കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം മനസ്സിലായി. അതുകൊണ്ട് അവർ ചോദിച്ചു, ഇന്നാ ലതാരികു ആലിഹതനാ ബിശാഇരിൻ മജ്നൂൻ. ആൾക്കാർക്ക് ഇത് കണക്ട് ആവുന്നുണ്ടെന്ന് കണ്ടപ്പോൾ നേതാക്കന്മാർക്ക് സംഭവം മനസ്സിലായി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂല. കഅബാലയത്തിന്റെ മുറ്റത്തുള്ള ദർഗകളിലേക്ക് പിന്നെ ആൾക്കാർ വരൂല, അവിടുത്തെ നേർച്ചയിൽ നടക്കൂല, ഇനി ആ പണ്ടാരം നിറയൂല. ഏറ്റവും വലിയ ദേശം ആർക്കെന്നറിയോ? ആർക്കാ? തങ്ങളുപ്പാപ്പ അബൂലഹബിന്. അബൂലഹബ് തങ്ങൾക്ക് ഏറ്റവും വലിയ ദേഷ്യം വന്ന്. കാരണം അബൂലഹബ് തങ്ങൾ അന്ന് കഅബാലയത്തിലെ പൂജാരിയാണ്. കഅബാലയത്തിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം, ശിർക്കൻ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളിയാണ് ഈ അബൂലഹബ്. എന്താ പണി? കാബൻ താരീഖ് വായിച്ചു നോക്കിക്കൊള്ളുങ്ങൾ. കാബന്റെ മുറ്റത്തുള്ള വിഗ്രഹങ്ങളുടെ അഥവാ വലിച്ചു മൺമറഞ്ഞു പോയ ഇബ്രാഹിം നബിന്റെ ഉണ്ട്, ഇസ്മായിൽ നബിന്റെ ഉണ്ട് ജാറങ്ങൾ. ഇന്ന് കടന്നിട്ട് അന്ന് നിന്നിട്ട് എത്ര വ്യത്യാസമുള്ളൂ. ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇത് ഇങ്ങനത്തെ ആളാണ്, ഇവിടെയാണ് പെണ്ണുങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുന്നത്, ഇവിടെയാണ് കച്ചവടത്തിന് ബർക്കത്ത് കിട്ടുക, ഇവിടെയാണ് പിന്നെന്താ ഈ പറഞ്ഞ പോലെ വിമാനം ഇറക്കി തരിക, ഇവിടെയാണ് ഇലകൾ സ്വർണ്ണമായി കിട്ടുന്ന സ്ഥലം. അങ്ങനെ 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 പണ്ട് നമ്മൾ മായാവ് കഥയിൽ വായിച്ച പോലെ, കുട്ടൂസന്റെയും മായാവിന്റെയും കഥ ഇങ്ങനെ പറയാ, ആൾക്കാരെ പ്രേരിപ്പിക്കുക. അവനിങ്ങനെ വന്ന് നേർച്ചയാക്കി ഒട്ടകം, സ്വർണ്ണനാണയം, മധും ഇതുമെല്ലാം ഇട്ടിട്ട് ദുആ ചെയ്തിട്ട് പോകും. അബൂലഹബ് തങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഇവരില്ലത് ഇടുമ്പോൾ. അവർ യാത്രക്കാരല്ലേ, വന്ന് എല്ലാം കഴിഞ്ഞ് യാത്രയും കഴിഞ്ഞ് പോയി. തങ്ങൾ എന്ത് ചെയ്യും? തങ്ങൾ മീൻസ് അബൂലഹബ് തങ്ങളെ ഞാൻ പറയുന്നിട്ട് എടുത്ത് തങ്ങൾ ദേഷ്യം പിടിച്ചക്കല്ല. അബൂലഹബ് തങ്ങൾ
ആ തങ്ങൾ എന്ത് ചെയ്യും? ഇതെല്ലാം എടുത്തിട്ട് സ്വന്തം പത്തായത്തിലേക്ക് അങ്ങ് കയറ്റും. അങ്ങനെ കോടീശ്വരനായി ആളുകളെ പറ്റിച്ച നേർച്ച പൈസയും കട്ട് സുഖലോലുപനായി നിൽക്കുന്ന സമയത്തുണ്ടാ അനിയന്റെ മോൻ പറഞ്ഞ മുകളിൽ കയറിയിട്ട് പറയുന്നു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാളുകൾ മനസ്സിലാക്കിയാൽ പ്രശ്നമാണ്. അറബികളാണ് അവർ, അറബികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ഉള്ളി അതിന്റെ അകക്കാം അവർക്ക് ബോധ്യപ്പെടും. അബൂലഹബിന് ദേഷ്യം വന്നു, ഓടി വന്നു. നശിച്ചു പോവട്ടെ മുഹമ്മദേ, ഇത് പറയാൻ വേണ്ടിട്ട് വിളിച്ചു കൂട്ടിയത്. പിതാമഹന്മാര് പറയാത്ത, ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത പുതിയ വാദവും കൊണ്ട് വന്നിരിക്കുക നാട്ടില്. നമ്മുടെ ഐക്യം തകർക്കാൻ, ഉപ്പാനെയും മക്കളെയും വേറെയാക്കാൻ, ഭാര്യയും ഭർത്താവിനെയും വേറെയാക്കാൻ, കുടുംബങ്ങളെ അകറ്റാൻ വഹാബ് പറഞ്ഞ അതേ വാക്ക്, വഹാബുമാർ പറയുന്ന അതേ വാക്ക് അന്ന് അബൂലഹബ് പറഞ്ഞത്, അവരുപ്പാപ്പ പറഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടാ വന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നെഞ്ച് പടഞ്ഞുപോയി. കാരണം സ്വന്തം മൂത്താപ്പയെ ആൾക്കാരെ മുമ്പിൽ വെച്ച് കളിയാക്കി. വേറെ ആർക്കും ധൈര്യം കിട്ടിയിട്ട, സങ്കടത്തോടെയാ തിരിച്ചു പോയത്. പക്ഷെ ആ സങ്കടം മർശിന്റെ മുകളിലെത്തി. അള്ളാന്റെ ഹബീബിന്റെ മനസ്സ് നൊന്തത് അതിന്റെ മുകളിലെത്തി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. ഏ നബിയേ, എന്റെ വഹദാനിയത്ത് പ്രസംഗിച്ചതിന്റെ പേരിൽ, അല്ലാഹ് മാത്രമെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അബൂലഹബ് നിങ്ങൾ നശിക്കട്ടെ എന്ന് ബദ്ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഇരു കൈകളും നശിക്കട്ടെ നബിയെ. വതബ്ബ, അല്ല അല്ല, അവൻ നശിച്ചിരിക്കുന്നു നബിയെ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. ആ അബൂലഹബിന് പിന്നീട് വരുന്ന അബൂലഹബുമാർക്ക് മാ അഗ്നാ അൻഹു മാലുഹു, അവന്റെ സ്വത്ത് ഉപകാരപ്പെടുകയില്ല. വമാ കസബ, അവൻ സമ്പാദിച്ചതൊന്നും അവന് ഉപകാരപ്പെടൂല നബിയെ. അതുകൊണ്ട് വിഷമിക്കണ്ട, കാത്തിരുന്നോളൂ. ഞാൻ അവനെ വെറുതെ വിടൂല. ദുനിയാവിൽ അവന്റെ സ്വത്തോ മക്കളോ സമ്പത്തോ അവൻ ഉപകരിക്കൂല. നാളെ ആഖിറത്തിൽ വന്നാലോ അവൻ വിളിച്ച ഒരു ദേവന്മാരും ദേവിമാരും ഒരു ചാരങ്ങളും ഒരു ദർഗകളും ഒരു ശൈഖും അവനെ സഹായിക്കാനും വരൂല. സയസ്ലാ നാറ, നരകത്തിൽ ഞാൻ അവനെ കത്തിച്ചു കളയും. ലഹബിൻ, തീജ്വാലയുള്ള കടികടുത്ത തീയില്. വംറഅതുഹു, അവന്റെ പെണ്ണും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും. ഹമ്മാലത്തൽ ഹതബ്, ആ വിറക് ചുമട്ടുകാരിയായ ഈത്തപ്പഴനാരിന്റെ മാലയും ധരിച്ച് റസൂലുള്ളാഹി തങ്ങളെ ഉപദ്രവിക്കുവാൻ ഭർത്താവിന് കൂട്ടുനിന്ന് സഹായം ചെയ്ത ആ പെണ്ണിനെയും ഞാൻ നരകത്തിലിട്ട് കത്തിച്ചു കളയാൻ പോവാൻ. ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പേ അടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ഇടപെട്ടില്ല. ഇടപെട്ടപ്പോ എന്നറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പം പ്രതികരിച്ചു. അത് അള്ളാഹ്ക്ക് തീരെ പിടിച്ചില്ല. കാരണം കളിച്ചത് അള്ളാന്റെ വഹദാനിയത്തിനോടാണ്. അവർക്ക് ദേഷ്യം പിടിച്ച എന്റെ കാര്യം ഏതാണ്? ആളുകൾ അതുകൊണ്ടല്ല അവർ ചോദിച്ചത്, ഇന്നാല താരിഖു ആലിഹത്തിന, ഇവൻ ഈ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ദൈവങ്ങളൊക്കെ ഒഴിവാക്കുകയോ? അവർക്ക് മനസ്സിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അർത്ഥം, ഇവരെല്ലാം ഒഴിവാക്കലാണ്. അവിടെ അവർ ചോദിച്ചേ, ഇന്നാല താരിഖു ആലിഹത്തിന, നമ്മളങ്ങനെ ഒഴിവാക്കും നമ്മുടെ ഇലാഹുകളെ. ഈ ഷാഇരിൻ മജ്നൂൻ, ഈ ഭ്രാന്തനും ഈ കവിയുമായ മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്ക് അല്ലാഹുൽ മുസ്തആൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ട മൗലവി സലഫി മൗലവി വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോക്ക് നമ്മളങ്ങനെ ജാറം വിട്ട് പോയേക്കല, അങ്ങനെ ദർഗ വിട്ട് പോയേക്കല, തങ്ങന്മാരങ്ങ് വിട്ടേക്കല എന്ന് ചോദിക്കുന്ന പോലെ. കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായി, മൗലാമാക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭയം ഇല്ല. നമ്മുടെ റബ്ബ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എൻ്റെ അടിമകൾ എന്നെ പറ്റി അങ്ങയോട് ചോദിക്കും. അപ്പോൾ എന്ത് പറയണമെന്നറിയോ? അമ്പലക്കടയോ ഫൈസി പറഞ്ഞൊരു കാര്യമുണ്ട്. പേര് പറഞ്ഞ ആളെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ആ ഫൈസി എന്താ പറഞ്ഞറിയോ? അള്ളാഹുവിനെ പറ്റി അവരുടെ മനസ്സിലുള്ള ഒരു സ്ഥാനവും ഈ മരിച്ചുപോയ ആൾക്കാരെ പറ്റി അവർ കൊണ്ടു നടക്കുന്ന ബഹുമതിയും ഒന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. ഒരു ചങ്ങായി ചോദിച്ചു, അള്ളാഹിനെ മാത്രം വിളിക്കലാണോ നല്ലത്, അതല്ല ഔലിയാക്കളെ വിളിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുക്കലാണോ നല്ലത്? മൂപ്പര് പറയാ, അത് പിന്നെ രണ്ടു തരത്തിലുണ്ട്. ആ വിളി രണ്ടു തരത്തിലാണ്. ഒന്ന്, അള്ളാഹിനെ മാത്രം വിളിക്കാന്ന് പറഞ്ഞാൽ KSRTC ബസ്സിൽ മംഗലാപുരത്തേക്ക് പോകുന്ന പോലെ.
ഔലിയാക്കളെ വിളിക്കാന്ന് പറഞ്ഞാൽ ബെൻസ് കാറിൽ പോകുന്ന പോലെ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? KSRTC ബസ് എപ്പോഴാ ടയർ പഞ്ചറാവുക, എപ്പോഴാ ഗിയർ ബോക്സ് പൊട്ടുക, ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ എപ്പോഴാ വേറെന്തെങ്കിലും വണ്ടിയുമായിട്ട് കൂട്ടിയെടുക്കുക, അള്ളാഹു എല്ലാവരും കാക്കട്ടെ, ഇതൊന്നും പറയാൻ കഴിയില്ല. ബെൻസ് അങ്ങനല്ല, ഇവിടുന്ന് വിട്ടു പിന്നെ കാണുന്ന വാങ്ങലാഴ്ത്താണ് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞെന്താ അറിയോ? പറയാതെ പറഞ്ഞെന്താ അറിയോ? അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് വൈ. ഹായ് ഹായ് ഹായ്. അള്ളാഹ് പറയുന്നെന്താ? ഇയാൾ പറഞ്ഞത് അള്ളാഹിനോട് ചോദിച്ചാൽ പ്രയാസം. അതേസമയത്ത് ഔലിയാക്കളോട് ചോദിച്ചാലോ, ധാരാളങ്ങളോട് ചോദിച്ചാലോ ബെൻസ് കാർ പോകുന്ന പോലെ വേഗം കിട്ടും. ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ അള്ളാഹിനെ പറ്റി വരുന്ന ധാരണ എന്തായിരിക്കും? ഈ മൗലവിമാരുടെ ജോലി എന്താ? ഇവരെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താ? അതേസമയത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ വാക്കെന്താറിയോ? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നോട് വിളിച്ചു ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുക്കാൻ നബിയേ. ഫലസ്തജീബു ലി, എന്നെ വിളിക്കാൻ പറ എന്ന് അള്ളാഹ് പറഞ്ഞു കൊടുക്കണ്ടതിന് പകരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഷഹാദയാണ്, കരാറാണ്. അതാണ് ഒന്ന്, ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും കളഞ്ഞു, അള്ളാഹിനെ മാത്രം സ്ഥാപിച്ചു. ഇനി ഒന്നും വിശദീകരിക്കുന്നില്ല, ഒന്നുകൂടി പറയാം, നിങ്ങൾ പഠിച്ചോളേ. എന്തുകൊണ്ട്? അതൊരു ചോദ്യമല്ലോ. ഔലിയാക്കളെ പറ്റൂല, എന്തുകൊണ്ട്? എന്നാൽ അള്ളാഹിനെ മാത്രം പറ്റൂ, എന്തുകൊണ്ട്? ആയത്തുൽ കുർസിന്റെ അർത്ഥം പഠിച്ചാൽ മതി. എന്തുകൊണ്ട് സെൽഫികൾ അല്ല മതി എന്ന് പറയുന്നു? ആയത്തുൽ കുർസിന്റെ അർത്ഥം പഠിച്ചാൽ മതി. മറിയം ബീവിന്റെ കഥയും സക്കറിയ നബിന്റെ കഥയും ഇബ്രാഹിം നബിന്റെ കഥയും നൂഹ് നബിന്റെ കഥയും ഖുർആനിൽ പറയപ്പെട്ട 25 അമ്പിയാക്കളുടെ കഥകൾ ഇരുന്ന് വായിച്ച് പഠിച്ചോളി. അതിന് നേരമില്ലല്ലോ, മൗലൂദ് കഴിഞ്ഞിട്ട് സമയമില്ല, പിന്നല്ല ഖുർആൻ അർത്ഥം പഠിക്കുക, പിന്നല്ല ഖുർആന്റെ കഥ വായിക്കുക. ഇത് CM-ന്റെ കഥ വായിച്ചിട്ട് കേട്ടിട്ട് സമയം കഴിയുന്നില്ല, പിന്നെ എങ്ങനെ ഖുർആന്റെ കഥ വായിക്കാൻ സമയം കിട്ടുക? ഖുർആനിലെ കഥ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ ലിഉലിൽ അൽബാബ്. ഖുർആനിലെ കഥകളിൽ ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ട്. അല്ലാഹു പറഞ്ഞു വമിൻഹും, അവരുടെ കൂട്ടത്തിൽ പല ആൾക്കാരുടെയും കഥ ഞാൻ പറഞ്ഞു. ചില ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ, എന്തിന്? ലിനുസബ്ബിത ബിഹി ഫുആദക്, നിങ്ങളെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ. അതിനാ ഖുർആന്റെ കഥ, ഹദീസിൽ വന്ന കാര്യങ്ങൾ അത് പഠിച്ചോളി, അത് മനസ്സിലാക്കിക്കോളി. അതിലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു മാലിക്കാണ്, അള്ളാഹു റാസിഖാണ്, അള്ളാഹു മുദബ്ബിറാണ്. അള്ളാഹു മാത്രമാണ് ഇതൊക്കെ. അതാണ് അള്ളാഹിന്റെ റുബൂബിയത്ത്. അതുകൊണ്ടാണ് അല്ലാഹ് മതി എന്ന് അള്ളാഹു പറഞ്ഞു. ഇത് സാധാരണ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മൗലവിമാർക്ക് അല്ലെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് ആളുകളെ തെറ്റിച്ച് ജാറത്തിലേക്ക് ദർഗയിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. കാരണം അവര് മുദബ്ബിറായിട്ട് ഇപ്പോഴും വിശ്വസിക്കുന്ന CM-നെയാണ്. ഇപ്പൊ എങ്ങനെ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അവർക്ക് മനസ്സിലാവും? അള്ളാഹിന്റെ വഹദാനത്ത് എങ്ങനെയാ മനസ്സിലാവുക? ലാ ഖാലിഖ ഇല്ലല്ലാഹ് വലാ മാലിക ഇല്ലല്ലാഹ് വലാ റാസിഖ ഇല്ലല്ലാഹ് വലാ മുദബ്ബിറ ഇല്ലല്ലാഹ്. ഇതിന് ഈ 4 അർഹതകൾക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മനോഹരമായ കഥകളിലൂടെ നമുക്ക് വ്യക്തമാക്കി വിശദമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹ് മതി. അതുകൊണ്ട് 1 ലക്ഷം നബിമാരും എന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹുവ യഅലം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, എങ്ങനെ? അതെന്താണ് എന്നറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ദഖലൽ ജന്ന. ഓ മുസ്ലിമാണ്, ഓ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇതാണ് അള്ളാഹു ഒരു ഇസ്ലാമിന് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ട ഒരാള് ജീവിതത്തിൽ അള്ളാഹ് ആദ്യമായി തെളിയിച്ചു കൊടുക്കേണ്ട സംഗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് ഇലാഹ് നീ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ നിന്റെ അബ്ദാണ്, മഅബൂദ് നീ മാത്രമാണ്, വേറെ ഒരുത്തനെയും എൻ്റെ കൽബിലേക്ക് കേട്ടുന്ന പരിപാടിയില്ല. അത് നബിമാർ ചെയ്തിട്ടും പരിചയമില്ല നമുക്ക്, നമ്മുടെ മുൻഗാമികൾ ആരും ചെയ്തു തന്നിട്ടില്ല. ഒരു ഇമാമികളും മദ്ഹബിന്റെ ഇമാമുകൾ വരെ നഖശികാന്തം എതിർത്തതിനെ ദീനായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. രണ്ടാമത്തെ വിഷയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ സമയം അതിക്രമിച്ചു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കരാർ കൊടുത്ത ഉടനെ ഒരു മുസ്ലിമിന് നിർബന്ധമാവുന്ന കാര്യം എന്താ അറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാണെന്നറിയുക, നെഞ്ചിന്റെ ഉള്ളിലേക്ക് അങ്ങ് ചേർത്ത് വെക്കുക. A to Z. രാവിലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് മുതൽ പിറ്റേന്ന് എഴുന്നേറ്റ് അടുത്ത രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള 24 മണിക്കൂർ നേരത്തെ ഓരോ സെക്കൻഡുകളും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും ആരെപ്പോലെ ജീവിക്കണം? മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വർത്താനം, എൻ്റെ കച്ചവടം, എൻ്റെ സ്വഭാവം, എൻ്റെ വേഷവിധാനം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, അവരുടെ വസ്ത്രം, അവരുടെ ഔറത്ത്, അവരുടെ വീട്, അടുക്കള എന്ന് വേണ്ട സർവ്വതും എനിക്ക് മാതൃക മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ ദിക്ർ, എൻ്റെ സ്വലാത്ത്, എൻ്റെ മറ്റ് കർമ്മങ്ങൾ എല്ലാം ആര് പറഞ്ഞ പോലെ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. വഹാബിനെ പോലെയുള്ള ആൾക്കാർ പറയും ഇവർക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമൊന്നുമില്ല, കാരണം ഇവർ സ്വലാത്ത് വെല്ലൂല, ഇവർ ദിക്ർ വെല്ലൂല, അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഓർക്കൂല. മഅല്ലാഹ്, സ്വലാത്ത് നമ്മൾ ചൊല്ലും, സ്വലാത്ത് ഹൽക്ക ഉണ്ടാക്കിയിട്ട് പൈസ കക്കൂല. ദിക്ർ നമ്മൾ ചെല്ലും, ദിക്ർ മജ്ലിസ് ഉണ്ടാക്കി ആൾക്കാരെ പത്തായ നമ്മൾ കൊള്ളയടിക്കൂല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടുന്നാണോ അല്ല, കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു ജീപ്പില് പിന്നെ ഒരു ഇലാൻ അറിയിപ്പ് അനൗൺസ്മെന്റ് പോവാണ്, സലാത്ത് ഹൽക്കയുടെ പരസ്യം. നിങ്ങൾ എപ്പോഴെങ്കിലും അള്ളാഹു പറഞ്ഞല്ലോ നിസ്കാരം കൊണ്ട് ഇന്നത് കിട്ടാനുണ്ട്, ഏതെങ്കിലും പള്ളിയിലെ ഖത്തീബ് ഒരു ആളെ വിളിച്ചിട്ട് നിസ്കാരത്തെ സംബന്ധിച്ചൊരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എല്ലാ വക്തിനും ജീപ്പ് വിടുക, നിസ്കരിക്കാൻ വേണ്ടി വന്നോളൂ, ഇന്ന് ദുഹറിന്റെ സമയത്ത് 4 റക്അത്ത് നിസ്കാരം ഉണ്ടാകും, ഇന്ന കാര്യങ്ങളൊക്കെ നിസ്കാരം കൊണ്ട് കിട്ടും എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ വിളിക്കാത്ത? നിസ്കാരത്തിൽ എന്തെല്ലാം ഉണ്ട്? قد أفلح المؤمنون الذين هم في صلاتهم خاشعون. الصلاة عماد الدين, ദീനിന്റെ തൂണ്. രാവിലെ 4:00 ഒരുത്തനെ വിളിച്ചിട്ട് പറയാം നീ ജീപ്പിൽ കൊണ്ടുപോടാ. അവനെ മൗലാർക്ക ഖത്തീബ് കയറിയിരുന്നു ജീപ്പിൽ, മഹല്ലി നിവാസികളെ ഏതാ സുബഹിന്റെ സമയമായിരിക്കുന്നു, എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് എഴുന്നേറ്റ് വരിക, സുബഹ് നിസ്കരിച്ച അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും, സുബഹ് നിസ്കരിക്കാത്ത മുനാഫിക്കാണ്, കപടനാണ്, മുഅ്മിനല്ല എന്ന് ഹദീസിലുണ്ട്, പെട്ടെന്ന് വന്നോളി. എന്താ പറയാത്ത? വന്നിട്ട് പുസ്തകത്തിന് വല്ല ഗുണമൊന്നുമില്ലല്ലോ, അവൾ നിസ്കരിച്ചിട്ട് പോകൂലേ, പൈസ കൊടുക്കുക വന്നിട്ട്. സ്വലാത്ത് ഹൽക്ക അങ്ങനെയല്ല, അതിന് അനൗൺസ്മെന്റ് വേണം, അതിന് ആൾക്കാർ വരണം. അതിൻ്റെ ഫളായിൽ പറയുന്നതാണ് മക്കളെ കിട്ടുന്ന, മനസ്സമാധാനം കിട്ടുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഉടമസ്ഥനായ അള്ളാഹിനെ പറ്റി പറയേണ്ട മുഴുവൻ ഗുണവിശേഷണങ്ങളും സ്വലാത്ത് ഹൽക്കക്ക് കൊടുത്ത് അങ്ങോട്ടിങ്ങനെ വിളിക്കാൻ. നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അങ്ങനെ വിളിച്ചൂടെ? ഈ പറ്റിക്കൽ സെൽഫികൾ ചെയ്യൂല, മറിച്ച് അവർ സ്വലാത്ത് ചൊല്ലും, കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കണമെന്ന ന്യായികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ദിക്ർ ചെല്ലണം, രാവിലത്തെയും വൈകുന്നേരത്തെയും എല്ലാം. സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പ്, നിങ്ങൾക്ക് സെലഫികൾ അടുത്തറിയില്ല, അതാ നിങ്ങളെ പ്രശ്നം. നിങ്ങൾ ഈ വഹാബുമാരൊക്കെ വാക്കെന്ന് പറയുന്നത് കേട്ടിട്ടും ഇങ്ങനെ ആക്കിയിട്ട് നിൽക്കുക. നിങ്ങളൊന്ന് അടുത്ത് വാ. എൻ്റെ പ്രിയപ്പെട്ട മുവഹിദുകളെ, മാതൃകയാവാൻ കഴിയണം. ഈ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും സഹോദരിമാർക്കും മാതൃകയാവാൻ സാധിക്കണം. മഹല്ലത്തിലുള്ള ആളുകൾക്ക് ഇതാണ് ദീൻ, ഇതാണ് ഇവന്റെ ജീവിതമാണ് മുഹമ്മദുർ റസൂലാണ് ഇത്തിബാ, ഇവന്റെ ജീവിതമാണ് തൗഹീദ് എന്ന് വിരൽ ചൂണ്ടി കാണിക്കാൻ പറ്റുന്ന തരത്തിൽ വ്യക്തി ജീവിതം ക്ലിയർ ആവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാത്തിലും തങ്ങൾ ചെയ്തു, ഞാനുണ്ട്, ഇല്ല ഞാനില്ല. ഇമാം മാലിക് റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഒരാൾ മനി ബിദഅ ഫിൽ ഇസ്ലാമി ബിദഅ, ഇസ്ലാമിൽ ഒരാൾ ഒരു പുതിയ കാര്യം ഉണ്ടാക്കി, സലാത്ത് ഹൽക്ക, ദിക്ർ ഹൽക്ക, മജ്ലിസ് നൂറ്, മറ്റേ മദനീയം, മദീന ദിലാബ്, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. എന്നിട്ട് റജബ് 27 നോമ്പ്, അങ്ങനെ പലതും. സമയം പോയി. അയാൾ പറഞ്ഞു ഇത് ദീനിൽപ്പെട്ടതാണ് എന്നൊരുത്തം വാദിക്കുകയും ചെയ്താൽ ഫഖദ് ജഅം, അവൻ വാദിച്ചിരിക്കുന്നു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന ദിസാല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഏൽപ്പിച്ച റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് വാദിച്ചവനെ പോലെയാണ് അവൻ. കാരണം ഇത്ര വലിയ നന്മയുള്ള കൂലി കിട്ടുന്ന കാര്യമായിട്ടും എന്തേ റസൂലുള്ളാഹി പറയാതെ പോയത് എന്ന് പറഞ്ഞവനെ പോലെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിയാൻ ശ്രമിക്കുക, പഠിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ്.